ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. ഭർത്താവിൻ്റെ മരണാനന്തരം വൈറലായിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് രേണു സുധി ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ വൈറൽ താരമാണ് കേട്ടോ. ഇങ്ങനെ ഒരു കാര്യം പരിഗണിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ രണ്ട് ഘട്ടം, ഒന്ന് ഭർത്താവ് മരിക്കുന്നതിന് മുമ്പേ അവരെങ്ങനെയാണ് ജീവിച്ചത്, അത് കഴിഞ്ഞ് ഭർത്താവിൻ്റെ മരണാനന്തരം അവർ ജീവിക്കുന്ന രണ്ട് ഘട്ടങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തെ ഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് സഫർ ചെയ്തൊരു ലേഡിയാണ്. ഒരു ഞാൻ പറഞ്ഞല്ലോ, മിമിക്രി ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ശ്രുതിക്ക് മതിയായ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ചെറിയ വരുമാനത്തിൽ ഈ രണ്ട് കുട്ടികളടക്കമുള്ള ഒരു കുടുംബത്തിനെ ഭർത്താവ് പോറ്റുമ്പോൾ അത് ഒരു നിഴലായി നിന്ന് നോക്കിക്കാണുകയും ഭർത്താവിനെതിരെ ആദ്യ ഭാര്യ ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിലൊക്കെ ഭയങ്കര കരയുകയും ഡിപ്രസ്ഡ് ആവുകയും സ്വന്തം അച്ഛൻ തന്നെ മരിച്ചപ്പോൾ ഒരുപാട് വിഷമിക്കുകയും ചെയ്തൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവരുടെ ഭർത്താവിൻ്റെ മരണത്തിന് മുമ്പുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് മെൻ്റൽ പ്രഷറിൻ്റെ കാലഘട്ടമായിരുന്നു. അതിനെ പറ്റിയിട്ട് അന്ന് ശ്രുതി ജീവിച്ചിരുന്നപ്പോൾ ചില അലിഗേഷൻ, അതായത് ഈ ആദ്യത്തെ ഭാര്യ വന്ന ചില അഭിമുഖങ്ങളിൽ പറഞ്ഞ അലിഗേഷനുമായി ബന്ധപ്പെട്ട് അതിന് മറുപടി പറയുന്ന ഒരു ഇൻ്റർവ്യൂവിൽ ശ്രുതി പറയുന്ന ചില കാര്യങ്ങളിലൂടെ കടന്നു പോവാണ്. ഭാര്യ ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ്. ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ താണ്ടിയിട്ടാണ് താൻ മിമിക്രി അവതരിപ്പിക്കുന്നത്. തമാശ അവതരിപ്പിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കനൽ കത്തുന്ന ഒരുപാട് ജീവിതാനുഭവങ്ങളുടെ തീച്ചുളകളുണ്ട്. അതൊക്കെ മറന്നിട്ടാണ് നമ്മൾ സ്റ്റേജിൽ നല്ല രീതിയിൽ കോമഡി അവതരിപ്പിക്കുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ രേണു സുധിയുടെ ആ ഭർത്താവ് ഉള്ളപ്പോൾ ഭർത്താവിൻ്റെ വിവാഹപൂർണ്ണമായിട്ടുള്ള ബന്ധങ്ങളെ പറ്റിയിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അവരെ ഡിപ്രഷനിലേക്ക് തള്ളിവിടുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഭർത്താവ് മരിച്ച രേണു സുധിയെ നമ്മൾ കാണുമ്പോൾ ആദ്യത്തെ 3 മാസം അവർ വളരെ ഡള്ളായിട്ട് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ലക്ഷ്മി നക്ഷത്രയാണ് അവരെ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിൽ കാണിച്ചിരുന്നത്. കാരണം അവരുടെ വീഡിയോയിൽ കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടി അവർ ഈ സുധിയുടെ മരണത്തിൻ്റെ ആ ഒരു സങ്കടമൊക്കെ മാർക്കറ്റ് ചെയ്ത് അവർ ആ കുടുംബത്തിനെ ഇങ്ങനെ പതിയെ പതിയെ കൊണ്ടുവന്നു. അതിൽ രേണു സുധിയെ കാണുമ്പോഴൊക്കെ വല്ലാത്ത സഹാനുഭൂതിയോടുകൂടി മലയാളികൾ അയ്യോ പാവം സ്ത്രീ ആ 2 കുട്ടികളെയും കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിരുന്ന മലയാളികൾ പെട്ടെന്നൊരു ദിവസം ദാസേട്ടൻ കോഴിക്കോടിന് കൂടെ രേണു സുധിയുടെ റീല് കണ്ടപ്പോൾ തുടങ്ങി അയ്യോ സുധിച്ചേട്ടൻ മരിച്ചത് നന്നായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് കാണേണ്ടി വന്നേനല്ലോ, അദ്ദേഹത്തിന് എന്തൊക്കെ സ്നേഹമാണ്. അതായത് ആ സ്ത്രീയുടെ മരിച്ചുപോയ ഭർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഈ സ്ത്രീനെ തെറി പറഞ്ഞുകൊണ്ടാവണം എന്നായിരിക്കണം അല്ലേ മലയാളികളുടെ നിയമം. നമ്മുടെ മലയാളികളുടെ മനസ്സിൽ രേണു സുധി ഒരു കറുത്ത സാരിയോ അല്ലെങ്കിൽ വെളുത്ത സാരിയൊക്കെ എടുത്തിട്ട് സുധിയുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് കരയുന്ന ആ ഒരു ഇമേജിലാണ് അവർക്കിഷ്ടം. പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ട് രേണു സുധി രംഗത്തേക്ക് വന്നു, റീൽസിൽ അഭിനയിക്കുന്നു, ആഡ് ഷൂട്ടുകളിൽ പല രീതിയിലുള്ള ഷൂട്ടിംഗ് രംഗത്ത് അവരെ കാണുന്നു. ഈ രേണു സുധി എന്ന് കേൾക്കുമ്പോഴേ അവിടെ ക്യാമറയും വെച്ച്, എന്നാൽ ഒരു ചെറിയ റീല് രേണു സുധിയുടെ കണ്ടാൽ അത് കാണാതെ ഇരിക്കപ്പുറതി ഇല്ലാത്ത മലയാളികൾ, അവർക്ക് ലാക്സ് ഓഫ് വ്യൂ ആണ് അവരുടെ ഓൺലൈൻ മാധ്യമങ്ങൾ അവരുടെ ഷൂട്ടിംഗ് സൈറ്റിൽ കിടന്ന് കറങ്ങുന്നത്. മെയിനായിട്ട് അവരെ വെച്ചിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് ഇവർക്ക് നല്ല മാർക്കറ്റിംഗ് ആണ്. മലയാളിക്കാണെങ്കിൽ രേണു സുധി എന്ന് പറഞ്ഞ ആ വീഡിയോ കണ്ടേ തീരൂ, എന്താണ് അവൾ അതിൽ കാണിച്ചത്, എന്നിട്ട് പിന്നെ കമൻറ്റ് ബോക്സിൽ അടിയിൽ വന്ന് അങ്ങനെ തെറി പറയാണ്. ഒരു സ്ത്രീ ഇത്രമാത്രം വൈറലായത്, ഭർത്താവിൻ്റെ മരണത്തോടു കൂടി വൈറലായ ഒരു ഭാര്യ, അത് പ്രത്യേകിച്ച് അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ഘട്ടമായിട്ട് അവർ കൊണ്ടുപോവാണ്. ഇപ്പോൾ അവർ സദൃഢം, നിങ്ങൾ ഇനി എന്തൊക്കെ തെറി വിളിച്ചോ എന്തൊക്കെ പറഞ്ഞോ അതൊന്നും എന്നെ ബാധിക്കില്ല, അവർ അത്രമാത്രം ബോൾഡായി കഴിഞ്ഞു. കാരണം അവർക്ക് മനസ്സിലായി മലയാളിയുടെ യഥാർത്ഥ മനഃശാസ്ത്രം. അവരിൽ ആ രേണു സുധിയെ മാർക്കറ്റ് ചെയ്യാനുള്ള സമയം രേണുവിൻ്റെ മുന്നിൽ തന്നെ വളരെ കുറച്ചേ ഉള്ളൂ. ഈ ഒരു വൈറൽ സ്റ്റാറ്റസ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരെ താഴത്തേക്ക് ഇടും. ഇത് അവരുടെ എത്ര മോശമായിട്ടുള്ള അപവാദങ്ങളും കണ്ണി കണ്ട വൃത്തികേടുകളും തെറികളും ഒക്കെ അവരെ പറഞ്ഞാലും അവരുടെ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം സെൽഫ് മാർക്കറ്റിംഗ് ആണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ അഭിമുഖങ്ങളിൽ പോലും വളരെ ധൈര്യപൂർവ്വം ആ ചോദ്യങ്ങൾക്കൊക്കെ അവർ കൗണ്ടർ അടിക്കുന്നതും അവരിരുന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ട് അവരുടെ ജീവിതം ആസ്വദിക്കുകയാണ്. ഭർത്താവ് മരിച്ചു, ഭർത്താവിൻ്റെ ഫോട്ടോൻ്റെ മുമ്പിൽ നിന്ന് കരയാത്ത രേണു സുധിയെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് വാശി പിടിച്ച് മലയാളികൾ അടിയിൽ കമൻറ്റ് ബോക്സിൽ അയ്യോ ആ പാവം സുധിച്ചേട്ടൻ മരിച്ചുപോയ അദ്ദേഹത്തിനോടാണ് എല്ലാവർക്കും സ്നേഹം. ജീവിച്ചിരിക്കുന്ന ഇവരുടെ വയറിനോടോ വിശപ്പിനോടോ ഇവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനോടോ യാതൊരു മാന്യതയും കാണിക്കാതെ അയ്യോ സുധിച്ചേട്ടൻ പാവം നേരത്തെ പോയത് നന്നായി, ഇതൊന്നും എന്ത് കാണേണ്ടി വരുന്നത്, അവർ വല്ല വൃത്തികെട്ട സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ഒന്നുമില്ല. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നാടകങ്ങൾ, റീലുകൾ, ഷൂട്ടുകൾ
ദാസേട്ടൻ കോഴിക്കോടിനോടൊപ്പം അങ്ങനെ അവരുടെ കൂടെ അഭിനയിക്കുന്ന ചെറിയ പയ്യനായാൽ പോലും അതും അവരെ ചേർത്തിട്ട് ഇങ്ങനെ കഥകൾ ഉണ്ടാക്കുക. ഇപ്പം രേണു സുധി എന്ന് പറഞ്ഞാൽ ഇപ്പം ശരിക്കും മാർക്കറ്റിലെ ഏറ്റവും ചൂടുള്ള വസ്തുവാണ്. അത് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഓൺലൈൻ മാധ്യമങ്ങളും അവരുടെ റീൽസ് കാണാനായിട്ട് എല്ലാ ഫേസ്ബുക്ക് അടക്കമുള്ള മീഡിയകളിൽ വന്ന് ആളുകൾ നോക്കും. എന്നിട്ട് അവളുടെ ഡ്രസ്സ് ഇങ്ങനെ, അവളുടെ മോന്ത ഇങ്ങനെ, അവളുടെ പല്ലിങ്ങനെ, അവളെ കണ്ട ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് കമൻറ്റ് പറയും. ഇതൊക്കെ രേണുസുധിയെ വാനോളം വളർത്തും. ഈവൻ ലക്ഷ്മി നക്ഷത്രയെ പോലും വെല്ലുന്ന മാർക്കറ്റിംഗ് ഉള്ള താരമായിട്ട്, അല്ലെങ്കിൽ അത്രയും മാർക്കറ്റുള്ള ഒരു താരമായിട്ട് വൈറലായിട്ട് മാറാനായിട്ട് രേണുസുധിക്ക് കഴിഞ്ഞതും നമ്മൾ മലയാളികൾ കാരണമാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി.